കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഈ ഡീമോണിറ്റൈസേഷൻ മോഡിക്ക് പണി കൊടുക്കും എന്ന് ആളുകൾ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ അന്നാണ് പണി കിട്ടിയത്. ഈ 62 എന്നുള്ളത് 75 ആയാൽ ഈ പറഞ്ഞ 400 കടക്കും. 400 കടക്കും ഉറപ്പാണ്. ഈ ഏലത്തിൻ്റെ ഈ ഫലത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. BJP 2 സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് 1 തൃശ്ശൂരും 2 തിരുവനന്തപുരമാണ്, 3 ആറ്റിങ്ങലാണ്. CPM-ന് 0 അങ്ങനെ ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ട്. കേരളത്തിൽ താങ്കൾ യോജിക്കുന്നോ? ഒരിക്കലും ഇല്ല. 12 വരെ കിട്ടാം. 12 സീറ്റ് വരെ LDF കേരളത്തിൽ നേടും. ഈ BJP-യുടെ ഈ പറയുന്ന നാഷണലുള്ളൊരു അജണ്ടയുണ്ട്. ലോക്കൽ പാർട്ടീസ് കുറച്ച് നേരം നിൽക്കുകയാണെന്ന് നിന്നോട്ടെ, ഈ കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യണമെന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ സർവേ ഫലങ്ങളും പുറത്തു വന്നു. മിക്ക സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത് BJP-യുടെ സമഗ്ര ആധിപത്യമാണ്. എന്നാൽ ഇത് എത്രത്തോളം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതാണ്? ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം 2 അതിഥികളാണ് ഇന്ന് ചേരുന്നത്. ഒന്ന് BJP സഹയാത്രികനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ GK സുരേഷ് ബാബു, 2 രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. 2 പേരെയും വ്യൂ ഫൈൻഡറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. എവിടെ നോക്കിയാലും മോദിയുടെ ഹാട്രിക്കിനെ കുറിച്ചാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇതൊക്കെ ശരിയാണോ? വിശ്വസിക്കാമോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തവണ 16 18 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൽ ഒരെണ്ണം പോലും നരേന്ദ്രമോദി അധികാരത്തിലെത്തില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ എക്സിറ്റ് പോളിൽ വളരെ വ്യക്തമാണ് ഈ നരേന്ദ്രമോദി വീണ്ടും അല്ലെങ്കിൽ NDA അധികാരത്തിലേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അതില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യത്തിലുള്ള നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം കൂടി നമ്മൾ കാണണം. ജൂൺ 14 15 തീയതികളിൽ ഇറ്റലിയിൽ G7 സമ്മിറ്റ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അറിഞ്ഞത് ശരിയാണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലും PMOയിലും അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബാക്കിയുള്ള ഈ രാജ്യം മുഴുവൻ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാവോ? എക്സിറ്റ് പോളുകൾ എത്രത്തോളം റിലയബിൾ ആണ്? അല്ല, പൂർണ്ണമായ റിലയബിൾ ഒന്നല്ല. അതൊരു ബേസിക്കലി എക്സിറ്റ് പോളുകൾ ആളുകളുടെ ഈ ആകാംക്ഷ വിറ്റ് കാശാക്കുന്ന ബിസിനസ് പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം ഇവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് 80%. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 2 തവണയാണ് ഇന്ത്യയിൽ പ്രധാനമായും തെറ്റുപറ്റിയത്. ഒന്ന് 2004 ഈ ഷൈനിങ് ഇന്ത്യയുടെ പുറത്ത് വാജ്പേയി അധികാരം നിലനിർത്തും എന്ന് പറഞ്ഞിരുന്നു. അന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് വന്നു. അത് ഗ്രാസ് റൂട്ട് ലെവലിലെ ഒഴുക്ക് അവർക്ക് മനസ്സിലായില്ല. കാരണം ഒന്ന് അവിടെ സംഭവിച്ചത്, അന്ന് YSR നേതൃത്വത്തിൽ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. അതിന് കാരണം ഉണ്ടായിരുന്നു. ഈ ഗ്ലോബലൈസേഷൻ ശരിക്കും നടപ്പിലാക്കിയ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ പല വിപണികളും തുറന്നു കൊടുത്തു. അപ്പം കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഈ ഡീമോണിറ്റൈസേഷൻ മോഡിക്ക് പണി കൊടുക്കും എന്ന് ആളുകൾ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ അന്നാണ് പണി കിട്ടിയത്. ഡീമോണിറ്റൈസേഷൻ പണി ഉണ്ടാക്കിയില്ല. പിന്നെ എന്താണ് മറ്റേ ഗുഡ്സ് ടാക്സ് ഉണ്ടല്ലോ, GST, ഇത് 2 മോഡിക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. പക്ഷേ അന്ന് ഈ പണി കിട്ടി. പണി കിട്ടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ പറയുന്നതിന് മാതിരി എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്തപ്പം അംബാസഡർ ഉൾപ്പെടെയുള്ള കാലഹരണപ്പെട്ട സാധനങ്ങൾ പൂട്ടിപ്പോയി. പക്ഷേ ഒരുപാട് ആളുകൾ ജോലി പോയി. കൽക്കത്തയിൽ ആപ്പടെ പൂട്ടിപ്പോയത് ഒരേ സാധനം അംബാസഡറാണ്. ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കിട്ടിയുണ്ട്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ആന്ധ്രാപ്രദേശ്. ഒന്നും വേറൊന്ന് മഹാരാഷ്ട്ര, വേറൊന്ന് കർണാടക. ഇതിൽ ആന്ധ്രാപ്രദേശിലെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മൊത്തം പണി കിട്ടി. ഞെട്ടും ബോൾട്ടും ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് മൊത്തം പണി കിട്ടി. ഇതാണ് സത്യം. പിന്നെ അവിടെ കർഷകരുടെ ആത്മഹത്യ കൂടി ആ സമയത്ത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. പിന്നെ YSR മാസ്മരികമായ നേതാവായിരുന്നു. നമുക്ക് പറയാതെ ഇതിപ്പോൾ മോഡി എങ്ങനെയാണോ, പക്ഷേ ഇത് മോഡിനെ പോലെ എങ്ങനെ ഹൈ പിച്ച് സംസാരിക്കില്ല. പക്ഷേ മാസ്മരികമായ ഉമ്മൻചാണ്ടി മോഡിയും കൂടിയുള്ള സാധനമാണ്. ഈ ചെറുക്കനൊന്നും കിട്ടിയിട്ടില്ല ഇദ്ദേഹം. ആ ഒരു ഇമ്പാക്റ്റ്, ആ യാത്ര ആ സിനിമ മമ്മൂട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ ആളുകൾ ഒരാളായി അദ്ദേഹത്തിന് ഫീൽ ചെയ്യുമായിരുന്നു. അതൊക്കെ ഇവിടെയാണ് പണി കിട്ടിയത്. ഇത് പക്ഷേ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് ഹൈദരാബാദ് പോയി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്കന്ദരാബാദ് സൈബറാബാദിന് ചുറ്റും ഈ സാധനമുള്ളൂ. ഗ്രാസ് റൂട്ട് ലെവലിൽ റായലസീമയ്ക്ക് അവൻ എടുത്ത് പറഞ്ഞതിനോട് ഇത് അതുപോലെ സംഭവിച്ചു. വേറെ ഒന്ന്, കഴിഞ്ഞ തവണ ഈ ബംഗാളിൽ ദീദി അധികാരത്തിൽ എത്തില്ല. കാരണം 18 സീറ്റ് ലോക്സഭയിൽ കിട്ടിയല്ലോ. അപ്പോൾ ദീദി തോറ്റുപോകുന്ന രീതിയിൽ പല ചാനലുകളും പറഞ്ഞിരുന്നു. അതെനിക്ക് ഞാനും കൂടി പങ്കെടുക്കുന്ന ചർച്ചയിലാണ് അർണവ് ഗോസ്വാമി പറഞ്ഞത്. ഇതോടുകൂടി നമ്മളെ പ്രകാശ് പ്രശാന്ത് കിഷോറാണ് ദീദീൻ്റെ ചാർജ്.
പ്രശാന്ത് കിഷോർ പണി നിർത്തി പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ രീതി തിരിച്ചു വന്നു, മമത തിരിച്ചു വന്നു, മമത അധികാരം നിലനിർത്തി. ഈ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് വളരെ കൂടിയ രീതിയിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ ഒരു സമയം വരെ അവസാന ഘട്ടം വരെയും BJP പറഞ്ഞുകൊണ്ടിരുന്നത് 400 പാർ എന്നുള്ളൊരു ഫിഗറാണ്. പക്ഷേ ഇപ്പോൾ സർവേ ഫലങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 300 പാർ ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു BJPയുടെ തന്ത്രമായിരുന്നു, തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഷുവർ ഷോട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഇൻറ്റൻഷണൽ തന്ത്രമായിരുന്നു അത്. അങ്ങനെ മോഡി അങ്ങനെ പല തന്ത്രങ്ങളോടും ഇവരെന്നെ പിന്നാലെ പോയി. ഇപ്പം മാത്രമെന്നല്ല, ഈ 90s തൊട്ടിട്ട് BJP കാണിച്ചൊരു തന്ത്രമാണ്. ഇവരാണ് ഈ ക്യാമ്പയിൻ തീരുമാനിക്കുന്നത്. രാമജന്മഭൂമി ആണെങ്കിലും അജണ്ട തീരുമാനിക്കുന്നവരാണ്, മറ്റുള്ളവർ അതിനെ ബാക്കി ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും പല സർവേ ഫലങ്ങളും നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും 50ഓളം സീറ്റിൻ്റെ ഡിഫറൻസ് പലയിടങ്ങളിലും പല സർവേ ഫലങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ദ റിയൽ കൗണ്ടിങ് കഴിയുമ്പോഴേക്കും ഈ 50 എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ BJPയുടെ ജയം ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ജയമായി മാറിക്കൂടായികയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും അത് വരില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കാണേണ്ടത് ഏത് സ്ഥലത്താണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ആ രീതിയിലുള്ള ഒരു അപ്സർജ് ഉള്ളത്. ഏതെങ്കിലും ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഒരു പക്ഷേ UDF പിടിച്ചു നിൽക്കുന്നത് പ്രതീക്ഷിക്കുന്നത്. ബാക്കി ഒരു സ്ഥലത്തും ആ രീതിയിലുള്ളൊരു മുന്നേറ്റമില്ല. ഇപ്പം നിങ്ങൾ ഈ 400 എന്ന് പറയുന്ന ആ ഒരു സീറ്റ് നമുക്ക് തള്ളാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് ഇവർ പറയുന്നത് 300, ഇന്നലെ പ്രദീപ് ഗുപ്ത ഇന്നലെ വളരെ വ്യക്തമായിട്ട്, രാജ്ദീപ് സർദേശായും പ്രദീപ് ഗുപ്തയും അവരുടെ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു 381 എന്നുള്ളത് മിനിമം, ബാക്കി 412 മാക്സിമം പറഞ്ഞു. ഇതിനകത്ത് വീണ്ടും ഡീവിയേഷൻ 10% പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഫക്രുദ്ദീൻ പറഞ്ഞ മാതിരി ഈ അടിയൊഴുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ തവണ 80 പാർലമെൻറ്റ് സീറ്റുള്ള UP ആണ് തീരുമാനിക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളത്. കഴിഞ്ഞ തവണ അവിടെ 62 സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഇത്തവണ അത് 70 ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 62 എന്നുള്ളത് 75 ആയാൽ ഈ പറഞ്ഞ 400 കടക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത് ഞാനൊരു BJP അനുഭാവി എന്ന നിലയിൽ പറയുന്നതല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, മാധ്യമപ്രവർത്തക എന്ന നിലയിൽ പറയുന്നതാണ്. നമുക്ക് 400 തള്ളാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാൾവഴികൾക്കിടയിൽ ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റൊക്കെ വന്ന് വലിയ വിവാദമൊക്കെ ആയപ്പോൾ ഒരുപക്ഷെ BJPയുടെ ശത്രുപക്ഷത്തുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം, അവരൊക്കെ പറഞ്ഞത് ഈ കേജ്രിവാൾ വലിയൊരു ഫാക്ടറാകും, ഇത് തിരിച്ചടിയാകും, BJPക്ക് ഒരുപക്ഷെ ഇത് വലിയൊരു ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സർവേ ഫലങ്ങൾ ഡൽഹിയൊക്കെ BJP തൂത്തുവാരുമെന്നാണ് ഏറെക്കുറെ പറയുന്നത്. അപ്പോൾ അത് ഈ കേജ്രിവാൾ ഒരു ഫാക്ടറേ ആയിട്ടില്ല എന്നാണോ താങ്കൾ? അല്ല, കേജ്രിവാൾ ഫാക്ടറായിരുന്നു. കേജ്രിവാളിനെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് മോഡിയുടെ വിജയം. കേജ്രിവാൾ എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഉപയോഗപ്പെടുത്തിയത് അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരയെ കൊണ്ട് പറച്ചു ഈ കേജ്രിവാൾ അഴിമതിക്കാരനാണ്. 1. 2, ഇതുവരെ ഈ കേജ്രിവാളിനെ ഒരഴിമതി കേസിലും പിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ അഴിമതി കേസിലും കേജ്രിവാൾ ചെയ്തിരുന്ന തന്ത്രം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡോക്യുമെൻ്ററി സാധനം IRS ബുദ്ധി ഉപയോഗിച്ചിട്ട് തുടച്ചു മാറ്റും. ഇത്തവണ ഇവരുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്ത് താഴെ നിന്ന് അന്വേഷണം തുടങ്ങി. താഴെ നിന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് മുകളിലറ്റം കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് കേജ്രിവാളിനെ കുടുക്കി. കോടതി കാണിച്ച രഹസ്യ രേഖകൾ കണ്ടതിന് ശേഷം ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ കേസ് വിചാരണ കോടതി പരിഗണിക്കേണ്ടതാണ്, നമ്മൾ പരിഗണിക്കില്ല എന്ന് പറഞ്ഞു ദില്ലി ഹൈക്കോടതി. മനസ്സിലായി. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കുറിച്ചായി പറയുന്നത്, താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, ഫൈനലി അത് കോർട്ട് ഫൈനൽ തീരുമാനം വരട്ടെ. അത് അല്ലാതെ നമുക്കതിലിപ്പോൾ നമ്മളെ മുന്നിൽ ഈ കൃത്യമായ തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ എനിക്ക് ഇതിൻ്റെ മുമ്പേ അറിയാം. കാരണം എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് മൂപ്പര് ഡൽഹിയിൽ. എന്ന് വെച്ചാൽ അന്ന് മൂപ്പരാരുമല്ല, ഈ പറഞ്ഞ ഡൽഹി ജൽ ബോർഡ് അഴിമതിക്കെതിരെ നിതാന്തമായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഡൽഹിയിലെ വൈദ്യുത ബോർഡ്, വൈദ്യുതി അവിടെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒടുക്കത്തെ ചാർജ് തന്നെ വരിക. ഇപ്പം കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ വരുന്ന ചാർജ് ഇല്ല, അന്ന് അവിടെ ഡൽഹിയിൽ വരികയായിരുന്നു. ഇതിനൊക്കെതിരെ അന്ന് മാത്രമല്ല, അദ്ദേഹം എനിക്ക് ക്ലാസ് എടുത്ത ആ പരിപാടി, എനിക്ക് ഇവിടെ AVP പയ്യന്മാരാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഇവരൊക്കെ യോജിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് നല്ല രീതിയിൽ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം പല സ്ഥലത്തും ഗാന്ധിനെ ഓർമ്മിപ്പിക്കും. ജീവിതത്തിൻ്റെ ഇപ്പോൾ വീടെല്ലാം കൂടി മോടി പിടിപ്പിച്ചെന്നൊക്കെ കേട്ടു. അതായത് ആ സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ്, റെയ്നോൾഡിൻ്റെ പെന്ന്, പിന്നെ സംസാരിക്കുമ്പോൾ നമ്മളെ ഒരു എന്താ പറയുക LP സ്കൂൾ ക്ലാസ് എടുക്കുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ അങ്ങനെയാണ് ആളുകൾ. മാത്രമല്ല ആ സിൻസിയാരിറ്റി ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ അംബീഷൻ വന്നതിന് ശേഷം അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്.
അത് പൊളിറ്റിക്കൽ അംബീഷൻ വരുന്നത് തെറ്റൊന്നുമല്ല. പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചെയ്യാത്ത ആളുകൾ പലതും ഓട്ടോമാറ്റിക്കലി കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഡൽഹിയിൽ അദ്ദേഹം ആദ്യ സമയത്ത് വന്ന സമയത്ത് അദ്ദേഹം തനി ഗാന്ധിയനായിട്ട് തന്നെ വന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് കറപ്റ്റഡ് ആയിട്ടുള്ള മുസ്ലിംസും ഹിന്ദുസും ഒക്കെ തന്നെ അവിടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സ്ട്രോങ് പോക്കറ്റ് ബാരോ ഉള്ള ആളുകളാണ്. തുർക്ക്മാൻ ഗേറ്റിൽ അല്ല പോക്കറ്റ് ബാരോ കീപ്പ് ചെയ്യുന്ന മുസ്ലിം സ്ഥാനാർത്ഥി അദ്ദേഹം കോൺഗ്രസ് തന്നെയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനമായിരുന്ന BJP ആയിട്ട് വലിയ അകൽച്ച സൂക്ഷിച്ചിരുന്ന ആളുകൾ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അവർക്കും അവരുടേതായ സ്വാധീനമുണ്ട്. ഡൽഹി എന്ന് വെച്ചാൽ പണ്ടേ ഡൽഹി, ജമ്മു ആൻഡ് ദിസ് പ്ലേസ് മധ്യപ്രദേശ്, ഇതാണ് പണ്ടേ സംഘത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ്. 47 തൊട്ടേ സംഘത്തിൻ്റെ സ്ട്രോങ് ഹോൾഡ് പ്രദേശമാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് പോലും സംഘത്തിൻ്റെ മനസ്സുള്ള സ്ഥലമാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. ഇങ്ങനെയുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ടെക്നിക് ചുരുക്കം കേജ്രിവാൾ ഒരു കള്ളനാണയമാണെന്നാണോ? ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കള്ളനാണയമാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റിയൊക്കെ ആ സമയത്ത് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾ. ഇപ്പോഴല്ല കേജ്രിവാൾ വലിയ സംഭവമായത്, കണ്ടറിഞ്ഞ ഒരാൾ. താങ്കൾ തർപ്പിച്ച് പറയുന്നു കേജ്രിവാൾ ഒരു കള്ളനാണയം തന്നെയാണ്. കള്ളനാണയം ആണെന്നല്ല ഞാൻ പറഞ്ഞു. ഗ്രാസ് റൂട്ട് ലെവലിൽ ഫക്രുദ്ദീൻ പറഞ്ഞ കറക്റ്റാണ്. ഫക്രുദ്ദീൻ പറഞ്ഞ ആ ഇവാലുവേഷൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം കറപ്റ്റായി. ഈ അധികാരത്തിലെത്തിയ നേതാക്കന്മാരിൽ കറപ്റ്റ് അല്ലാതെ കൃത്യമായി സിൻസിയറിറ്റി സൂക്ഷിച്ചു പോയ ആൾക്കാർ വളരെ കുറവാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. ഓക്കെ. അപ്പോൾ ഗുൽസാലാൽ നന്ദയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നരേന്ദ്രമോദി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാറിന്റെ കുടിശ്ശിക വായ്പത്തുക അടയ്ക്കാൻ ഭാര്യ പിന്നീട് നടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അരങ്ങിൽ ശ്രീധരൻ വീട് ലേലം പോലെ അവസ്ഥയായിരുന്നു, കറണ്ട് ബില്ല് അടയ്ക്കാത്തതുകൊണ്ട്. നമുക്ക് CPM-ൻ്റെ അവസ്ഥയിലോട്ടൊന്ന് വരാം. ദേശീയ തലത്തിൽ ഇപ്പോൾ ബംഗാളായിരുന്നല്ലോ അവരുടെ ഒരു ഈറ്റിലം എന്ന് പറയാനുണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ഓൾമോസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ അത് പൂർണ്ണമായി എന്നേക്കുമായി അവർ ഇല്ലാണ്ടാക്കും എന്നുള്ള തരത്തിലാണ് സർവേ ഫലങ്ങൾ ചില സൂചനകൾ നൽകുന്നത്. അതേക്കുറിച്ച് താങ്കളുടെ ഒരു എനിക്ക് ഏലത്തിൻ്റെ ഈ ഫലത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. BJP 2 സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ LDF-ന് ഈ രീതിയിൽ തിരിച്ചടിയുണ്ടാവും, LDF-ന് മുൻതൂക്കണ്ടെന്ന് കരുതിയ നാളെ ഞാൻ നിങ്ങളെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഇതിന് പ്രധാനമായ വസ്തുനിഷ്ഠമായ കാരണമുണ്ട്. ഒന്ന്, അങ്ങേയറ്റം സജ്ജമായിട്ടുള്ള ഒരു മുന്നണിയാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. മറ്റേ അവിടെ സാധനം ഇല്ല. സജ്ജമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്, അതില്ലാന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളപ്പോൾ നോക്കൂ, CPM ഒരു അഭിപ്രായ വ്യത്യാസമല്ല, ഏറ്റവും ശക്തമായ ഒരു ലീഡറിൻ്റെ അണ്ടറിൽ നിൽക്കുന്നു. കോൺഗ്രസിനെ ഈ മുന്നണിയായിട്ട് നിലനിർത്തിക്കൊണ്ടിരുന്ന എന്താ, വളരെ കാലമായിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവും മുസ്ലിം ലീഗുമാണ്. ഈ മാണി വിഭാഗം ഇപ്പോൾ CPM-ൻ്റെ കൂടെ. കഴിഞ്ഞ തവണ അടി കിട്ടിയപ്പോൾ ജനതാദൾ, ഇന്നാൾ ഇപ്പോൾ ചേട്ടനൊക്കെ അറിയാം, നമ്മളവിടെ ഈ വടകര വാശേരി ഭാഗത്തൊക്കെ ജനതാദൾ അത്യാവശ്യം വോട്ടുള്ളതാണ്. ഇവരാണ് സത്യത്തിൽ റിയാസിനാണെന്ന് തോൽപ്പിച്ചത്. അവർ തന്നെയാണ് മുമ്പ് അധീശിനെ തോൽപ്പിച്ചതും ഈ മുല്ലപ്പള്ളിനെ ഏൽപ്പിച്ചത്. ഇവർ തിരിച്ചാരെ കൂടെ വന്നു, LDF-ൻ്റെ കൂടെ വന്നു. പിന്നെ ലീഗിനിപ്പോൾ സത്യത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല മുമ്പില്ലാത്തൊരു ആക്സെപ്റ്റൻസ് മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ ഇപ്പോൾ CPM-നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു കോസാണ് സമസ്ത വേഗം തങ്ങൾ കുടുംബമാണ് ലീഗിൻ്റെ കൂടെ ഉള്ളത്. സംസ്ഥയിലിപ്പം നേരിട്ടാണ് പിണറായി വിജയനെ വിളിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു, പിന്നെ ജലീലാണെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിംസിൻ്റെ കൂടെ നിർത്താൻ. പിന്നെ അപ്പോൾ അതൊരു മുസ്ലിം വോട്ടിൽ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. ഈ ഇലക്ഷനോട് കൂടി ലീഗിൻ്റെ ഈ പറയുന്ന പോലെ അല്ല റിസൾട്ട് വരുന്നത്. ഞാൻ പറയുന്ന പോലെ റിസൾട്ട് വരുന്നത് ലീഗ് ആടി പുറത്ത് വരും. മാത്രമല്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലെ 12 സീറ്റാണ് LDF-ന് കിട്ടാൻ സാധ്യതയെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ലീഗ് ആടി പുറത്തേക്ക് വരും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ BJP-ക്ക് വേറൊരു പ്ലാനുണ്ട്. BJP-ക്ക് ഈ കോൺഗ്രസിനെ ഇവിടെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അവർക്ക് പ്രൈമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇപ്പോൾ സുരേഷ് ഗോപിനെ പോലുള്ള മണ്ഡലങ്ങൾ, തിരുവനന്തപുരം പോലെ ഈ മണ്ഡലങ്ങൾ വെച്ച് BJP-യുടെ വോട്ട് എങ്ങോട്ടാണ് പോകുമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് അഡീഷണൽ, ഇതിൻ്റെ ഈ ബൗണ്ടറിക്ക് പുറത്തുള്ള കാര്യമാണ്. അത് ഇവർക്കൊക്കെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുള്ളൂ. അപ്പം മാത്രമല്ല, ഈ നിങ്ങൾ പൊന്നാനി സ്ഥാനാർത്ഥി നോക്കൂ. പൊന്നാനി സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഈ മുസ്ലിം വിഭാഗത്തെ ഏറ്റവും ഈ ജമാഅത്ത് ഇസ്ലാമിയും മറ്റേ ഈ മുജാഹിദ് ടീമൊക്കെ ഇവർ അജണ്ട സെറ്റ് ചെയ്യുള്ളൂ. ആളുള്ളത് സുന്നികളുടെ കൂടെയാണ്. ഈ സുന്നികളെ APK ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് ആര്, ഹംസ. ഇയാൾ പഴയ ലീഗുകാരനുമാണ്. അപ്പോൾ മാത്രമല്ല അവിടെ എടുത്തിൽ മനസ്സിലാക്കി സമുദായത്തെ സംബന്ധിച്ചിടത്തോളം RSS-ന് കണ്ണെടുത്താൽ കണ്ടുകൂടാ സ്ഥാനാർത്ഥിയായി പല കാരണങ്ങളുണ്ട്. ചേട്ടൻ നന്നായിട്ട്, ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഹംസ ഒക്കെ തോൽക്കുകയാണെങ്കിൽ, അല്ല ഹംസ പിന്നെ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ ദേശീയ ചാനലുകൾ പറയുന്ന റിസൾട്ടാണ് വരുന്നതെങ്കിൽ CPM കാര്യമായി ചിന്തിക്കേണ്ടതായിട്ട്. അല്ല, ഇത്രയും അനുകൂലമായ സാഹചര്യം നിങ്ങൾ നോക്കൂ. കോൺഗ്രസിന് പൈസ ഇല്ല, സ്ഥാനാർത്ഥികൾക്ക് പൈസ ഇല്ല. അപ്പം കോഴിക്കോട് ആകുമ്പോൾ രാഘവേട്ടൻ്റെ പോസ്റ്റർ പോലും കാണാനില്ല. ഇതാണ് സ്ഥിതി. അപ്പം ബാക്കി സാഹചര്യങ്ങൾ അവരുടെ മുന്നണി സംവിധാനത്തിൽ അവർക്ക് അനുകൂലമായ ഘടകങ്ങളെല്ലാം തന്നെ CPM-ന് അനുകൂലമാകുന്നു. സർവേ ഫലങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താം. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും വോട്ടെണ്ണൽ കഴിയുമ്പോൾ കേരളത്തിൽ ഒരു കക്ഷി നില, അല്ലെങ്കിൽ ആര് കൂടുതൽ നേടും, താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഞാനിപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ കാണാറുള്ളൂ. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണുമ്പം LDF-നാണ് സാധ്യത. ഭരണവിരുദ്ധ വികാരം എത്ര സീറ്റ് കിട്ടാം? 12 വരെ കിട്ടാം.
12 സീറ്റ് വരെ LDF കേരളത്തിൽ നേടുമെന്നാണ് എൻ്റെ എന്നുവെച്ചാൽ ഈ വസ്തുനിഷ്ഠമായ സാഹചര്യം. ഞാൻ ഈ പറഞ്ഞ ഓക്കെ. വസ്തുനിഷ്ഠമായിട്ടുള്ള LDFന്റെ സംഘടനാ സംവിധാനം ഈ പറഞ്ഞ ഇമോഷണൽ ഫാക്ടർ ആയിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. മറികടക്കേണ്ടതാണ്, അതാണ് വസ്തുനിഷ്ഠ സാഹചര്യം. പ്ലസ് ഈ BJPയുടെ ഈ പറയുന്ന നാഷണലിലുള്ളൊരു അജണ്ടയുണ്ട്. ഈ പറഞ്ഞ ബാക്കി ഈ ലോക്കൽ പാർട്ടീസ് കുറച്ചു നേരം നിൽക്കുകയാണെന്ന് നിന്നോട്ടെ, ഈ കോൺഗ്രസിനെ ഫിനിഷ് ചെയ്യണമെന്നുള്ളത് അത് BJPയുടെ പ്രഖ്യാപിത പ്രഖ്യാപിതമാണ്. കോൺഗ്രസ് ആ രീതിയിൽ വോട്ട് ഷിഫ്റ്റ് കൂടി ഉണ്ടാവുകയും ഈ മുസ്ലിം വിഭാഗം ഈ രീതിയിൽ ഈ പറഞ്ഞ APK വിഭാഗം ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഇത് എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാം CPM പിന്നിൽ പോകുന്നത്. പിന്നെ BJP തൃശ്ശൂരാണ് തിരുവനന്തപുരം ജയിക്കാനാണ് സാധ്യത. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ആറ്റിങ്ങലാണെങ്കിലും ശോഭയുടെ മണ്ഡലമാണെങ്കിലും പാലക്കാടാണെങ്കിലും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. 2,80,000 വോട്ട് അതിൽ കൂടുതൽ ഇവർ പിടിക്കും. 12 സീറ്റ് LDF നേടും, 2 സീറ്റ് BJP സാധ്യത. ഓക്കെ. UDFന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? UDFന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം രാഹുൽ ഗാന്ധി, ലീഗിൻ്റെ മലപ്പുറം, പിന്നെ ബെന്നി ബെഹന്നാൻ, കോട്ടയം, KC എനിക്ക് തോന്നുന്നില്ല ജയിക്കില്ല, ആരിഫാന്ന് തോന്നുന്നു. KCൻ്റെ വോട്ടിൽ ശോഭ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കോൺഗ്രസ് ഈ അവസ്ഥയൊക്കെ എടുക്കുമ്പോൾ യദുകുലം പോലെ അല്ലേ, 10-25 ഗ്രൂപ്പല്ലേ. ഈ അവസ്ഥയൊക്കെ ഇപ്പോൾ കാസർഗോഡ് ഉണ്ണിത്താൻ ചേട്ടനെതിരെ, ഉണ്ണിത്താൻ ചേട്ടനായതുകൊണ്ട് അവിടെ ജയിച്ചു പോകുന്നത്, അവിടെ പ്രശ്നമാണ്. പിന്നെ ഉള്ളത് പ്രേമൻ ജയിക്കും. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിതിൻ്റെ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. എക്സാക്ട്ലി അല്ല, ഓപ്പോസിറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഹൈബി കൊച്ചി ഷോർട്ടാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താ? എൻ്റെ വിലയിരുത്തൽ മിക്കവാറും LDF എത്ര ഉണ്ടാവും? LDF 6 എന്തായാലും കിട്ടും. 4 മുതൽ 6. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ താങ്കൾ കൽപ്പിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. BJPക്ക് എത്ര കൽപ്പിക്കും? BJP ഞാൻ 2 ആണ് ഉറപ്പിക്കുന്നത്. പക്ഷേ അത് 3 ആയാൽ അത്ഭുതമില്ല. ഈ 2 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് 2? 1 തൃശ്ശൂരും 2 തിരുവനന്തപുരമാണ്, 3 ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലെ പ്രശ്നം ബക്രുദ്ദീൻ പറഞ്ഞത് കറക്റ്റാണ്. 3 സ്ഥാനാർത്ഥികൾ തുല്യ പ്രാധാന്യമുള്ള തുല്യ ശക്തികളാണ്. ഇതിനകത്ത് ഒരു സ്ലൈറ്റ് വേരിയേഷൻ വന്ന ആര് വേണമെങ്കിലും ജയിക്കാം. അതിനകത്ത് സ്ലൈറ്റ് എഡ്ജ് ഒരു പക്ഷേ ഭീമുരളിക്ക് കിട്ടുകയാണെങ്കിൽ ഭീമുരളി ജയിച്ചു വരും. ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് ജോയിയാണ്. ജോയിക്ക് അത്രയും ബേസ് ഉണ്ട് അവിടെ. ഈ BJPയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് പലയിടത്തും ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പലയിടങ്ങളിലും രണ്ടാമതെത്തുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവർക്കുണ്ട്. ഇക്കുറി BJP എത്ര ഇടങ്ങൾ രണ്ടാമതെത്താനായിട്ട് സാധ്യതയുണ്ട്? കുറഞ്ഞത് 2 സ്ഥലത്തെങ്കിലും. അത്രയേ ഉള്ളൂ മിനിമം. ഓക്കെ. ഈ 3 എണ്ണം കൂടാതെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ കൂടാതെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ ജയിച്ചേക്കാം. താമര വിരിയും ഉറപ്പിക്കാൻ പറ്റില്ല, ജയിച്ചേക്കാം. ഓക്കെ. തൃശ്ശൂരാണ് കൂടുതൽ സാധ്യത. തൃശ്ശൂരാണ് ഫസ്റ്റ്, രണ്ടാമത് തിരുവനന്തപുരം, മൂന്നാമത് ആറ്റിങ്ങൽ. രണ്ടാം സ്ഥാനം എവിടെ? രണ്ടാം സ്ഥാനം ഒന്ന് ആലപ്പുഴയാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ടൈറ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൽ മാത്രമല്ല അവിടെ BJP സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തൃശ്ശൂർ ഈ പ്രദേശം ശോഭയുടെ മണ്ഡലം, ശോഭയാണ് ആലപ്പുഴ. ശോഭ ആലപ്പുഴ. ഞാൻ പാലക്കാട് ആലപ്പുഴയും കൺഫ്യൂഷൻ. പാലക്കാട് കൃഷ്ണകുമാർ ഇതേപോലെ മുനിസിപ്പൽ ഇതായിരുന്നു, ഇപ്പോഴും കൗൺസിലറാണ്, ജനകീയനാണ്, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അച്യുതാനന്ദനെ ഉറപ്പിച്ചതാണ് മലമ്പുഴ ഇലക്ഷനിൽ. അപ്പോൾ മലമ്പുഴയുടെ പ്രശ്നം എന്താ? മലമ്പുഴ എങ്ങനെ പതുക്കെ കാവ്യായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതാരും അങ്ങോട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത സംഭവമാണ്. ഈ പതുക്കെ ഈ കാവ്യ കയറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് കൊല്ലം നിങ്ങളുടെ നാടാണ്. അത് വളരെ കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. വേറൊന്ന് ഈ പാലക്കാടാണ്, വേറൊന്ന് ആലപ്പുഴയാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രോങ് ഹോൾഡ് CPM ആണ്. അല്ല, ഈ ഈഴവ വോട്ടുകൾ പതുക്കെ CPM-ൽ നിന്ന് അകലുന്നതായിട്ട് അത് അപ്പുറത്ത് മുസ്ലിം വോട്ട് കൂടുമ്പോൾ ഈഴവ വോട്ടുകൾ ഇപ്പോൾ തകരുന്നൊരു പ്രോസസ്സ്. അതാണ് ഈ ആലപ്പുഴയിലെ മുന്നേറ്റത്തിന് കാരണമായി. അത് ഒരു ഘടകമാണ്. അത് CPM ശ്രദ്ധിക്കേണ്ട. CPM ആയിരുന്ന പ്രശ്നമല്ല. CPM-ന്റെ വോയിസിന് എപ്പോഴും ഉണ്ട്. ഒരു ഹിന്ദു വോയിസ് ആണ്. സ്പോക്സ് പേഴ്സൺസ് അങ്ങനെ ഒരു പാർട്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പാടില്ലാത്തേക്കാണ്. സ്പോക്സ് പേഴ്സണായി വരുന്നത് അധികം ഹിന്ദു നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ഇഴവർ കാലാകാലമായിട്ട് ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ കേരളത്തിലെ ഒരു സോഷ്യലായിട്ടുള്ള നിങ്ങൾ നോക്കൂ, ഇപ്പോൾ പഠനങ്ങളും നടന്നില്ല. സോഷ്യൽ മൊബിലിറ്റി 60 വർഷത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയിട്ടുള്ളത് നായന്മാരും ഈ ബ്രാഹ്മൺസും ഈ വിഭാഗമാണ്, സവർണ ഹിന്ദുസാണ്. മുന്നോട്ട് വന്നിട്ടുള്ളത് ക്രിസ്ത്യൻസും ഈഴവാസം മുസ്ലിംസുമാണ്. അതിൽ ഗൾഫ് പണത്തിൻ്റെ സ്വാധീനം, പിന്നെ ഇത് തൊഴിൽ, പിന്നെ CPM ഒക്കെ കൊടുക്കുന്ന സപ്പോർട്ട്, ഇതെല്ലാം തന്നെ ഈഴവാസിൻ്റെ. ഇപ്പോൾ മുസ്ലിംസിനാണ് ഗൾഫ് പണം വന്നിട്ടുള്ളത്. ക്രിസ്ത്യൻസ് ഏതാണ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. സവർണ ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ലാറ്റിൻ ക്രിസ്ത്യാനികളുടെ സ്ഥിതി വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ പെന്തക്കോസ് ക്രിസ്ത്യാനികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ 60 വർഷത്തെ ഒരു മാറ്റം. അതിൽ ഈഴവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈഴവരുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ പോരാ.
ഇനി മുന്നേറേണ്ടതുണ്ട്. അപ്പോൾ അവിടെയാണ് ഗൾഫ് പണത്തിൻ്റെ സാധനം മുസ്ലിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് സി പി എമ്മിൻ്റെ സാധാരണ ഇഴവങ്ങൾ നമ്മളെ പാർട്ടി എന്ന രീതിയിലാണ്. നമ്മളീ പറഞ്ഞ ഈ പ്രത്യക്ഷ സമ്പാദിച്ച എത്ര ആൾ വരുന്നുണ്ട് നമ്മളെ പാർട്ടി എന്നുള്ള നിലയിലാണ്. അവിടെയാണ് ഈ പറയുന്നതിൻ്റെ ഈ കൂടുതൽ മുസ്ലിം ഫേസസ് വരുന്നു. ആ മുസ്ലിം ഫേസസ് പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തെക്കാൾ കൂടുതൽ സംസാരത്തിലൊക്കെ ഒരു തരത്തിലുള്ള ഇപ്പം അത് മോഡിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. മോഡിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം പക്ഷത്തിന് വേണ്ടി സംസാരിക്കേണ്ടതായി വരും. പക്ഷേ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം പക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ എളുപ്പം നിങ്ങൾ ജിഹാദിയായി ചിത്രീകരിക്കാൻ പറ്റും. ഇങ്ങനൊരു പ്രശ്നം അത് വളരെ കൃത്യം വരും. ഇപ്പം രാഷ്ട്രീയമാണ് ബി ജെ പി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് ഇത് കുറേ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ശരിയല്ലെന്ന് തോന്നുന്നു. അന്നപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം ലോക്കൽ കമ്മിറ്റികളൊക്കെ നോക്കും. ഇപ്പോൾ എല്ലാ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എം ഒക്കെ യൂത്തിനെ വളർത്തിക്കൊണ്ട് വരാം എന്നുള്ള ബി ജെ പി തന്നെ സീരിയസ് ആയിട്ടുള്ള ഇപ്പം എൻ്റെ നാട്ടിലെ പോകുമ്പോൾ പഴയ ചേട്ടന്മാരൊക്കെ എന്നോട് പറയും അവരിപ്പം നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ബി ജെ പി തന്നെ ഞങ്ങൾ പുതിയൊരു സ്ട്രാറ്റജിയാണ് യൂത്തിനെ പരമാവധി ഒരു ഏജ് ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് സി പി എമ്മും വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ എസ് എഫ് ഐയിലൂടെയൊക്കെ കയറുന്ന മുസ്ലിം പയ്യന്മാർ ആ സ്ഥാനത്ത് വരും. പക്ഷേ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ബി ജെ പിക്കാർക്ക് അവർക്ക് RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എതിർപ്പൊക്കെ പറയുമെങ്കിൽ പോലും അവർ സംഘത്തിനെതിരാവില്ല. പക്ഷേ ഇത് ഒരു പക്ഷേ അങ്ങനെ ആവണം. മാത്രമല്ല അപ്പുറത്ത് തുഷാർ ഈ ഇതിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ആരുടെ കൂടെ? ബി ജെ പിയുടെ കൂടെ പോയിട്ടുണ്ട്. ഈ ശിവഗിരി മഠത്തിനാണെങ്കിലും ആട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഈ ബി ജെ പിക്കെതിരെ ഹിന്ദുസിനെ ജാതി പറഞ്ഞുകൊണ്ടാണ്. ജാതി ആലപ്പുഴ തൃശ്ശൂർ ഈ കൊല്ലം ആലപ്പുഴ ബെൽറ്റിന് ജാതി ഭീകരമാണ്. അത് അവിടെ ജീവിക്കുന്ന ആളുകൾ ജാതിയുടെ ശക്തമായ ഈ പുതിയ പിള്ളേരുടെ ജാതി ബോധം കുറവാണ്, എന്നാൽ മതചിന്ത കൂടുതലുമാണ്. ഇതൊക്കെ ഒരു സോഷ്യോളജിക്കലായി വരുന്ന മാറ്റമാണ്. ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമാണ്. അപ്പോൾ സി പി എം ശ്രദ്ധിച്ചിട്ട് കൂടുതൽ ഇപ്പം നമ്മൾ പറഞ്ഞ അവരെടുക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല, നമ്മൾ ഒബ്സർവേഷനാണ് പറയുന്നത്. സി പി എം രക്ഷപ്പെടണേ കൂടുതൽ നായർ ഇഴവ ഫേസ് സ്പോക്സ് പേഴ്സണായി വരണം, കൂടുതൽ സ്ഥാനങ്ങളിൽ വരണം. അവരുടെ വോയിസ് മുന്തി നിന്നില്ലെങ്കിൽ സി പി എമ്മിന് പണി കിട്ടും. താങ്കൾ തന്നെ പറയുന്നത് 12 സീറ്റ് ഈ ഒരു സാഹചര്യത്തിൽ പോലും സി പി എമ്മിന് 12 സീറ്റുകൾ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ചില സർവേകൾ പറയുന്നത് സി പി എം ഇവിടെ ഒന്നും നേടില്ല, 0 ആണ് പറയുന്നത്. അതെന്ത് അടിസ്ഥാനമാണ്? അത് ദേശീയ നമ്മൾ ഇന്നിപ്പോൾ ഏഷ്യാനെറ്റൊക്കെ സർവേ വരിക, നമ്മളെ മാധ്യമങ്ങളുടെ കേരള സ്പെസിഫിക് സർവേ വരുമല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ തവണ 2 തൊട്ട് 3 വരെ സീറ്റൊക്കെ ബി ജെ പിക്ക് പറഞ്ഞിട്ടുണ്ട് ദേശീയ മാധ്യമം. അതങ്ങനെ കണക്കാണ്. ഞാനും ചേട്ടനൊക്കെ സി പി എമ്മിന് 2 സീറ്റ് അല്ല ബി ജെ പിയുടെ 2 സീറ്റ് പറയുന്നത് വെച്ചാൽ ആ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ്. സുരേഷ് ഗോപി 5 വർഷം ഇവിടെ കിടന്ന് കളിക്കുകയായിരുന്നു. തിരുവനന്തപുരം പറഞ്ഞാൽ ഒരു ബി ജെ പി മണ്ഡലമാണ് ബേസിക്കലി. വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് ബി ജെ പി വിജയം മാറ്റുന്നതാണ്. പിന്നെ കുമ്മനം ചേട്ടനെതിരെ വേറെ ചില കളി അതിനുള്ളിൽ നടന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ആ പോട്ടെ അതല്ല, അതിനകത്ത് ന്യൂനപക്ഷ വോട്ട് ഭയങ്കരമായിട്ട് കുമ്മനം ഭയങ്കര തീവ്രവാദിയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കുമ്മനം ഇത്രയും വലിയ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കുമ്മനം ജയിക്കാതെ പോയത്. പക്ഷേ ഇക്കുറി അത് ഉണ്ടാവില്ല, ഇപ്പം ഉണ്ടാവില്ല. മാത്രമല്ല ഈ ലാറ്റിൻ വിഭാഗത്തിൽ ഒഴിച്ച് അതിൽ പോലും സ്പ്ലിറ്റ് ഉണ്ടായി. ബാക്കിയുള്ള ബോധവും വിദ്യാഭ്യാസമുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും നരേന്ദ്രമോദി ഇതിൽ വേറൊരു ഫാക്ടർ ഞാൻ കാണുന്നത് വെച്ചാൽ തിരുവനന്തപുരം സവർണ്ണ ഹിന്ദു വോട്ടുണ്ട് ഈ 4 മണ്ഡലങ്ങളിൽ. ഇത് ഇവരൊക്കെ ഉണ്ട് ശശി തരൂരിൻ്റെ ഇടയിലും സ്പ്ലിറ്റ് ആവുകയാണ്. ഇത്തവണ ശശി തരൂരിന് കിട്ടിയതിന് ഈ പകുതി ഉണ്ടല്ലോ, ഈ പകുതിയിൽ പകുതി ആർക്ക് പോയി? അത് അംബാസിഡർ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശശി തരൂരിൻ്റെ ആളുകളായിരുന്നു, ഈ എലീറ്റ് വിഭാഗം. ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഇത്തവണ രാജീവാണ് കൂടുതൽ ഡെലിവർ ചെയ്യാൻ മിടുക്കൻ എന്ന ഫീൽഡിൽ രാജീവിന് വേറെ കാര്യമുണ്ട്. രാജീവ് ഡെലിവർ ചെയ്യാൻ മിടുക്കനാണ്. ഇയാൾ വർത്താനം കുറവാണ്. ഈ യോഗിനെ കൊണ്ട് പറഞ്ഞ കാര്യം ശശി തരൂരിന് വർത്താനം കൂടുതലാണ്, കുറവാണ്. ഈ രാജീവ് വർത്താനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ ചെവിയിൽ ഭീകര. അയാളെ സ്ട്രൈക്ക് റേറ്റ് അയാളുടെ ജീവിതത്തിൽ 100% എവിടെ വെച്ചാലും. അല്ല, എല്ലാവരും പെർഫോമറാണ്. രാജീവ് ചന്ദ്രശേഖർ പെർഫോമറാണ്. ഇലക്ഷൻ ഇത്രയും വൈകി വന്നിട്ട് പോലും ട്രിവാൻഡ്രത്ത് അയാൾ പ്രചാരണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് ഇതാണ്. ഹൗസ് വിസിറ്റ് ഒക്കെ ഒരുപാട് നടത്തുന്നുണ്ടായിരുന്നു. ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി ചെന്നാണ് എല്ലാ കമ്മ്യൂണിറ്റിയിലേക്കും എത്തി. IT യൂത്ത്സ് ഇതിലൊക്കെ എത്തി. ഇത് പറയുമ്പോഴും തിരുവനന്തപുരത്ത് നിർണായകമായ ഒരു ഘടകമാണ് ലത്തീൻ അതിരൂപതയുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഒരു പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ശശി തരൂരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ആ ഒരു മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു എഡ്ജ് ഉണ്ടാവും? ലാറ്റിൻ കാത്തലിക്സ് മാത്രമല്ല തിരുവനന്തപുരത്തെ ഡിസൈഡിങ് ഫാക്ടർ. അവരും ഒരു പ്രധാന കണ്ണി തന്നെയാണ്. പക്ഷേ ലത്തീൻ ബാക്കി പൊഴിയൂരടക്കമുള്ള തീരപ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടൽ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം, കേന്ദ്ര സർക്കാർ ഇന്ന് തിരഞ്ഞെടുപ്പിൻ്റെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനം എടുപ്പിച്ചു. അപ്പോൾ ആ തരത്തിലുള്ള ഓരോ കാര്യങ്ങളിലും രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ശ്രീ ഫക്രുദ്ദീനോട് ചോദിച്ചാൽ അതേ ചോദ്യം ഒന്നുകൂടെ താങ്കളോട് കൂടെ ഒന്ന് ചോദിച്ചോളട്ടെ. CPM-ന് 0 അങ്ങനെ ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ട് കേരളത്തിൽ.
താങ്കൾ യോജിക്കുന്നോ? ഒരിക്കലും ഇല്ല. ഒരിക്കലുമില്ല. ഇല്ല. അത് ഞാനൊരു മാധ്യമപ്രവർത്തക എന്ന നിലയിലുള്ള എൻ്റെ സത്യസന്ധതയാണ്. ഓക്കെ, ഒരു ആ രീതിയിൽ അത് കാണാൻ പറ്റില്ല. മിനിമം 4 to 6 എന്തായാലും മിനിമം സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും CPM 0-ൽ നിൽക്കില്ല. ഓക്കെ, 4 to 6 എന്തായാലും കിട്ടും. പക്ഷേ ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിൽ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ദിവാകരൻ എന്ന് പറഞ്ഞ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ദിവാകരൻ പാർട്ടി സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ഈ പിന്നെ SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഘടകങ്ങൾ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലേക്കും സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് ഇനിയെങ്കിലും പാർട്ടി തിരിച്ചറിയണമെന്ന് സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായിട്ട് ഇറക്കിയിട്ടാണ് പോയേ. ഇത് ഇവിടെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ ഇതേ പരാമർശം ഉണ്ടായി. ഇപ്പോൾ പിണറായി ഇത്തവണ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരുമ്പോൾ പോലും രാധാകൃഷ്ണനെ പോലെ ഏറ്റവും ഏബിളായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മന്ത്രിയെ ആലത്തൂർ കൊണ്ട് നിർത്തിപ്പോൾ എൻ്റെ പ്രതീക്ഷ ആലത്തൂർ രാധാകൃഷ്ണൻ ജയിക്കുമെന്നാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടു? കോൺഗ്രസ്സുകാർ ടെസ്റ്റ് ചെയ്തത് അത് രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വെട്ടി റിയാസിനെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നാണ് അവിടെ പ്രചരിപ്പിച്ചത്. ആ പ്രചാരണത്തിനെ ബീറ്റ് ചെയ്യാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും ഈ താങ്കൾ പറഞ്ഞ ആ പോയിന്റിലോട്ട് ഒന്ന് വരാം. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗം CPM-നെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന ആരോപണം കുറച്ച് നാളായിട്ട് അങ്ങും ഇങ്ങൊക്കെ കേൾക്കുന്നുണ്ട്, പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് CPM ഒരു തിരുത്തലിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരാരും മണ്ടന്മാരല്ലല്ലോ. ഇൻറ്റൻഷനലി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി എന്നുള്ള അവരുടെ പ്രഖ്യാപിത തീരുമാനമാണോ? അതിൻ്റെ പിന്നിൽ എന്താകാം കാരണം? അല്ല, അതിൻ്റെ കാരണം UDF-ന്റെ നിലനിൽപ്പ് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ കോട്ട 22 സീറ്റ് ആ ഇത് ശക്തമാണ്. 26% 26 മുതൽ 28% വരെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു 50% എങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള CPM നിലപാട് തന്നെയാണ് ഇത്. ഇല്ലെങ്കിൽ ജലീലിനെ പോലെ നേരത്തെ പ്രവർത്തിച്ച കടുത്ത വർഗീയവാദിയായ എന്തും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ജലീലിനെ പോലുള്ള ഒരാളെ ചുമക്കാൻ തയ്യാറാവുമോ CPM? ഇപ്പോൾ താങ്കൾ പറയുന്നത് കണക്കുകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 12 സീറ്റ് കിട്ടി LDF നേടുകയാണ് എന്നുണ്ടെങ്കിൽ ലീഗ് ഇങ്ങോട്ട് പോരും എന്നാണോ? ലീഗിന് മറ്റു വഴിയില്ലല്ലോ. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനി അധികാരമില്ലാതെ ലീഗിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ലീഗിന് ബേസിക്കലി നമ്മളാളുകൾ ബേസിക്കലി കച്ചവടക്കാരല്ലേ. നമ്മൾ ബേസിക്കലി ഞങ്ങൾ ഈ 3 മതങ്ങൾ ജൂതന്മാർ ക്രിസ്ത്യൻസ് ഞങ്ങൾ ബേസിക്കലി കച്ചവടക്കാര മതമാണ്. മനസ്സിലായില്ല, ബേസ് അവിടെയാണ്. അത് മുസ്ലിംസാണ് കേരളത്തിലാണ് കച്ചവടം തന്നെയാണ്. രാഷ്ട്രീയം അതല്ല, നമ്മൾ രണ്ടായിരിക്കണം. ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിലും കർത്താവിനും ദൈവത്തിനുള്ളത് അത് രണ്ടാണ്. പക്ഷേ കച്ചവടക്കാർക്ക് ഈ അധികാരത്തിൻ്റെ ഒരു ബേസ് കിട്ടും. ഇനി ഞാൻ പറഞ്ഞുതരാം സംഭവിക്കുന്നത് വെച്ചാൽ ഇതിപ്പം നമ്മളെ കച്ചവടക്കാർക്ക് മോഡിയൊക്കെ നല്ല ബന്ധമുള്ളതാണ്. അത് സംഘം വഴിയൊക്കെ ചേട്ടനൊക്കെ അറിയാം. ഇത് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം മോഡിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഹിന്ദു കച്ചവടക്കാർ മാത്രമേ കച്ചവടം ചെയ്യാൻ അവർക്ക് രാജ്യത്തിൻ്റെ വളർച്ച. ഇപ്പോൾ യൂസഫ് അലി സാറ് വിധത്തിന് ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ രവി പിള്ള സാറ്, അതല്ലെങ്കിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ വീഗാർഡ്, ഇതൊക്കെ രാഷ്ട്രത്തിനാണ് ഗുണം. ഇന്ത്യയുടെ GDP ആണ് വളരുന്നത്. അല്ലാതെ പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു കച്ചവടക്കാരെ മാത്രം അംബാനി അദാനി മാത്രം കച്ചവടം ചെയ്താൽ മതി എന്നുള്ള അജണ്ട ഇല്ല അവർക്ക്. ഇവരൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട്. പക്ഷേ നേരിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബാക്കിംഗ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയാണ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത്. ഇപ്പം നാദാപുരത്ത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് MLA എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഒരു മുസ്ലിം വീട്ടിൽ കല്യാണം നടക്കും. അപ്പോൾ MLA വിളിച്ചു. അപ്പോൾ MLA വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, അല്ലേ നമുക്കത് തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ എന്താ തിരഞ്ഞെടുപ്പ് വരാൻ പറ്റും. അപ്പോൾ പറഞ്ഞാണ് MLA വന്നില്ലെങ്കിൽ MLA-യുടെ വണ്ടി ആ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് ഇട്ടാൽ മതി. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അവരെ സംബന്ധിച്ചിട്ട് MLA അതൊരു ജനങ്ങളുടെ അധികാരത്തോടുള്ള അന്തസ്സ് ഒരു സിമ്പലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ പിന്നെ UDF ഗുണം പിടിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലീഗ് 10 വർഷം വെയിറ്റ് ചെയ്തില്ലേ, ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ലീഗ് ഇങ്ങോട്ട് വരുന്നത് നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ലത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ലത് എന്ന് വെച്ചാൽ അടുത്തവണ UDF വരാൻ പറ്റി ലീഗ് ഇങ്ങോട്ട് വരുന്നത് നല്ലത്. അല്ലെങ്കിൽ CPM-ൽ ഈ കണ്ടാൻ വേണ്ടി ഇലക്ഷൻ വരുമ്പോൾ ആരെ വോട്ടും വേണ്ടെന്ന് ആരും പറയില്ല. ആകപ്പാട് ഇത്തവണ കോൺഗ്രസ് SDP അതിൻ്റെ വോട്ട് വേണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് സമ്മർദ്ദം കൊണ്ടാണ് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. പിന്നെ കൂടെ അങ്ങനെ ആയിരുന്നില്ല. അല്ല, അത് പോട്ടെ, നമ്മൾ പറഞ്ഞല്ലോ, അത്രയെങ്കിലും ചെയ്തല്ലോ, അത് വലിയ കാര്യമാണ്. ഈ അകലെ കണ്ടാമുണ്ടികളും കയറി വരും. ആർക്കും വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പം വേണേൽ ഇന്ന് BJPക്ക് കാരണം ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കും പറയാൻ പറ്റില്ല. അതാണ് സ്ഥിതി. ഇലക്ഷൻ്റെ ഒരു കാര്യം അതാണ്. ഇലക്ട്രോ പൊളിറ്റിക്സ് ട്രിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ ഈ ജനങ്ങളുടെ തലയിൽ വെക്കാൻ തന്നെ കാരണം ഒന്നും ആലോചിക്കാതല്ല ഇതൊക്കെ ഡിസൈൻ ചെയ്ത ആളുകൾ ഇത് കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇതിങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. മനസ്സിലായി. അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരം പറഞ്ഞ ഈ തീവ്രവാദ എലമെൻസിനെല്ലാം തന്നെ അവരുടെ പോക്കറ്റ് ബാഗോസ് ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്നതിൻ്റെ മാതിരി LDF-നെ സമ്മർദ്ദത്തിലാക്കുന്നതിനേക്കാൾ നല്ല ലീഗിനെ പോലുള്ള TG മോഹൻദാസിൻ്റെ പാർട്ടി പറഞ്ഞ തറവാടികളുടെ പാർട്ടി, ഒരു യൂറോപ്പിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അവരുടെ മതപരമായിട്ടുള്ള അവരുടെ പോളിസി റിലീജിയസ് ആണ്. അത് അവരുടെ ഉള്ളിലുള്ളതാണ്.
സോഷ്യലി ഇവർ പ്രോഗ്രസീവാണ്. ആ രീതിയിലുള്ള പാർട്ടിയാണ് ലീഗ്. മതപരമായി അവർ കൺസർവേറ്റീവ് ആണ്. അത് അവരുടെ ഉള്ളിൽ പെണ്ണുങ്ങളെ കൊണ്ടുവരണം എന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ. പക്ഷേ സാമൂഹ്യ ബന്ധങ്ങൾ കോഴിക്കോട്ടെ തന്നെ ഞാനും കോഴിക്കോട്ടെ സാറിനൊക്കെ അറിയാം, സാമൂഹ്യ ബന്ധങ്ങൾ അവർ വളരെ സെക്കുലറാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയ പാർട്ടി വന്നോട്ടെ, അത് നല്ലതാണ്, CPM നല്ലതാണ്. ഇപ്പം ഈ കേരള കോൺഗ്രസ് അങ്ങനെയല്ലേ, കേരള കോൺഗ്രസ് അങ്ങനെ റിലീജിയസ്ലി അവർ ഹാർഡ് കോർ ക്രിസ്ത്യാനികളാണ്, അത് അവരുടെ കാര്യമാണ്. പക്ഷേ സാമൂഹ്യ ബന്ധങ്ങൾ അവർ വളരെ സോഷ്യൽ പിന്നെന്താണ് സെക്കുലറാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി CPM വരുന്നത് CPM നല്ലതാണ്, മുസ്ലിം സമൂഹത്തിന് നല്ലതാണ്, ലീഗിന് നല്ലതാണ്, കേരളത്തിന് നല്ലതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.